നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ഞായറാഴ്ച കാണാതായ യുവതിയെ വരവൂർ മഞ്ഞച്ചിറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വരവൂർ പിലക്കാട് ഗോവിന്ദൻ ഉഷ ദമ്പതികളുടെ മകളായ 24 വയസ്സുള്ള ഗ്രീഷ്മയെയാണ് തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ കുളത്തിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. ഞായറാഴ്ച രാവിലെ മുതലാണ് ഗ്രീഷ്മയെ കാണാതായത്. ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ തിരച്ചിലിൽ കുളത്തിന് സമീപം ചെരുപ്പും ബാഗും കണ്ടെത്തി. തുടർന്ന് തിരഞ്ഞപ്പോഴാണ് കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ ടീം മൃതദേഹം പുറത്തെടുത്ത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചെറുതുരുത്തി എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചു. പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് ഗ്രീഷ്മ. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുരഞ്ഞിയൂർ ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. ഗുരുവായൂർ MLA NK അക്ബറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപയും സംസ്ഥാന സർക്കാർ ബജറ്റ് വിഹിതത്തിൽ നിന്ന് ലഭിക്കുന്ന 1 കോടി രൂപയും ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം NK അക്ബർ MLA നിർവഹിച്ചു. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്ഥിരം സമിതി അധ്യക്ഷരായ KA വിശ്വനാഥൻ മാസ്റ്റർ, ഷമീം അഷ്റഫ്, AK വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിസ്ന ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ചാവക്കാട് AEO VB സിന്ധു, PTA പ്രസിഡന്റ് PA അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ റോഡ് നിർമ്മാണവും പൈപ്പ് സ്ഥാപിക്കലും മൂലം അക്കിക്കാവ് മുതൽ പെരുമ്പിലാവ് ജംഗ്ഷൻ വരെയുള്ള മേഖലകളിൽ കനത്ത ഗതാഗത കുരുക്ക്. ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി പൊതുപ്രവർത്തകർ രംഗത്തെത്തി. സ്കൂൾ ഓഫീസ് സമയങ്ങളിലാണ് പരിഹരിക്കാനാകാത്ത വിധം ജംഗ്ഷനിൽ ഗതാഗതം താറുമാറാകുന്നത്. ഏറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പെരുമ്പിലാവിലെ സ്കൂൾ കോളേജുകളിൽ ഇതുമൂലം വിദ്യാർത്ഥികളും അധ്യാപകരും വൈകിയാണ് എത്തുന്നത്. അത്യാഹിതം സംഭവിച്ച് സമീപത്ത് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും രോഗികളുമായി പോകുന്ന ആംബുലൻസ് വാഹനങ്ങൾക്കും ഗതാഗതക്കുരുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. റോഡിന്റെ ഒരു ഭാഗത്ത് ജല അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കൽ മൂലം മറുവശത്തെ ഒറ്റ ലൈനിലൂടെ മാത്രമാണ് ഇരുവശങ്ങളിൽ നിന്നുമുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഇതാണ് രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണം. നിർമ്മാണ ജോലികൾ ഇഴഞ്ഞ മട്ടിലാണെന്നും വേണ്ടത്ര തൊഴിലാളികളെ വെച്ച് പൈപ്പ് സ്ഥാപിക്കൽ ജോലി ദ്രുതഗതിയിൽ ആകുന്നില്ലെന്നും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാക്കുന്നതിനായി രാവിലെയും വൈകിട്ടും മേഖലയിൽ വേണ്ടത്ര ട്രാഫിക് പോലീസുകാരെ നിയമിക്കുന്നതിനായി നാട്ടുകാർ ആവശ്യപ്പെട്ടു. പെരുമ്പിലാവിലെ പൊതുപ്രവർത്തകനും ടീം വെൽഫെയർ ക്യാപ്റ്റനുമായ MN സലാഹുദ്ദീൻ, കുന്നംകുളം ഫയർ ആൻഡ് ഡിഫൻസ് പോസ്റ്റ് വാർഡനുമായ സജീവ് CV എന്നിവരാണ് കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം പെരുമ്പിലാവിലെ ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുത്ത് ഗതാഗതം സുഗമമാക്കിയത്. ഗുരുവായൂർ കിഴക്കേ ബ്രാഹ്മണ സമൂഹത്തിലും തെക്കേ ബ്രാഹ്മണ സമൂഹത്തിലും നവരാത്രി ആഘോഷത്തിന് തുടക്കമായി. ബ്രാഹ്മണ സമൂഹം പ്രസിഡന്റ് GK പ്രകാശ് ഭദ്രദീപം തെളിയിച്ച് തുടക്കം കുറിച്ചു. വനിതാ വിഭാഗം പ്രസിഡന്റ് ലളിത ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി ലതാ ത്യാഗരാജൻ, സീത സൂര്യകുമാർ, രാജം, പ്രേമ, സമൂഹം സെക്രട്ടറി TK ശിവരാമകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ മമ്മിയൂർ എന്നിവർ ബൊമ്മക്കൊലു ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകി. LDF പോർക്കുളം പഞ്ചായത്ത് വികസന കൺവെൻഷൻ നടത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM നാരായണന്റെ അധ്യക്ഷതയിൽ പാറയമ്പാടം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന കൺവെൻഷൻ MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു, CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സോമൻ, CG രഘുനാഥ്, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേജ് ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീലിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് അബ്ദുൾ റഹീം, വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി, SMC ചെയർമാൻ ഗഫൂർ, മുൻ PTA പ്രസിഡന്റുമാരായ ഉസ്മാൻ വാലിപ്പറമ്പിൽ, ബിജു മഠത്തിലായിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ PV അജിത സ്വാഗതവും പ്രധാനാധ്യാപിക AV സുമംഗലി നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കിയത്. മാർ ജേക്കബ് തൂങ്കുഴിയുടെ ഓർമ്മയ്ക്കായി ആട്ടിൻകുട്ടിയെ സമ്മാനിച്ച് അധ്യാപക ദമ്പതികൾ. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ PJ സ്റ്റൈജു, വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക അമ്പിളി പീറ്റർ എന്നിവർ ചേർന്നാണ് മാർ തൂങ്കുഴിയുടെ സംസ്കാര ദിനത്തിൽ കണ്ടാണശ്ശേരി എക്സൽസിയർ സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ആടിനെ സമ്മാനിച്ചത്. തൂങ്കുഴി പിതാവുമായി പുലർത്തിയ സ്നേഹബന്ധത്തിന്റെ ഊഷ്മളതയിലാണ്
ഇങ്ങനെയൊരു അനുസ്മരണം നടത്തിയതെന്ന് സ്റ്റൈജുവും അമ്പിളിയും പറഞ്ഞു. പിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെ കലണ്ടർ സ്നേഹസമ്മാനമായിട്ട് കരുതുകയും ഒപ്പം തന്നെ പിതാവിൻ്റെ സംസ്കാര ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച കണ്ടാണശ്ശേരി XLP സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ആട്ടിൻകുട്ടി ഒരു ഇടയൻ ആടുകൾ എങ്ങനെ മേയ്ക്കുന്നു അതിൻ്റെ സന്ദേശം പ്രകടിച്ചുകൊണ്ട് പിതാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരു ആട്ടിൻകുട്ടിയെ പിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ തിങ്കളാഴ്ച കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ കേരള സ്കൂൾ തൃശൂർ റവന്യൂ ജില്ലാ തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കുന്നംകുളം ഗവൺമെൻറ് ബോയ്സ് HSS വിദ്യാർത്ഥി CA ഷമലിന് സ്വർണം. കടങ്ങോട് ചുള്ളിയിൽ CM ജലീൽ ബിൻസിയ ദമ്പതികളുടെ മകനാണ്. കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ ഷമൽ കഴിഞ്ഞ വർഷവും ജില്ലയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. കടവല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ശതോത്തര രജത ജൂബിലി ആഘോഷവും കലോത്സവവും സെപ്റ്റംബർ 25 വ്യാഴാഴ്ച നടത്തും. ജൂബിലിയുടെയും സ്വർഗധനി എന്ന പേരിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിൻ്റെയും ഉദ്ഘാടനം K. രാധാകൃഷ്ണൻ MP നിർവഹിക്കും. ചടങ്ങിന് MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയാകും. യോഗാനന്തരം വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങളും അരങ്ങേറും. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.